കൃഷി ചെയ്യാൻ സ്ഥലം വളരെ കുറഞ്ഞ സ്ഥലമാണ് ചെന്നൈ മഹാനഗരം. അവിടെ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ടെറസിൽ കൃഷി നടത്തുന്ന ഒരു മലയാളിയുണ്ട്. പത്തനംതിട്ട ഓമല്ലൂർ മഞ്ഞനിക്കര സ്വദേശി ഇ.ജി. മാത്യു. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി റൈഡ് ചെയ്യുന്നത് ഈ മാത്യുവിൻ്റെ തോട്ടത്തിലേക്ക്. ചെന്നൈയിലൊരു കൃഷിയിടം തേടിയാണ് ഇന്നത്തെ യാത്ര. ചൂളൈമേട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു മാത്യു ചേട്ടനുണ്ട്, പത്തനംതിട്ടക്കാരൻ. ടെറസിലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. നമുക്ക് ആ കൃഷിയിടം ഒന്ന് കണ്ടുവരാം. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ. യെസ്, അപ്പോൾ നമ്മൾ മാത്യു ചേട്ടൻ്റെ ടെറസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ സകല സാധനങ്ങളും മാത്യു ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ടത് മാത്രമല്ല, അത്യാവശ്യം സുഹൃത്തുക്കൾക്ക് കൊടുക്കാനും ഒക്കെയുള്ള നിരവധിയായിട്ടുള്ള പച്ചക്കറികൾ, അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള സാധനങ്ങൾ എന്തായാലും ഇവിടെ നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആ ചെടി എത്രയും വളരുമെന്ന് നമുക്കൊരു അപ്രോക്സിമേറ്റ് നമുക്കൊരു ഐഡിയ ഉണ്ട്. അതിൻ്റെ അനുസരിച്ച് നമ്മൾ വെസൽ തിരഞ്ഞെടുക്കണം, പാത്രം തിരഞ്ഞെടുക്കണം. അതിൻ്റെ അനുസരിച്ച് നമുക്ക് നടാം. മഞ്ഞളൊക്കെ നട്ടാൽ നല്ലപോലെ വരും. പക്ഷേ ഇഞ്ചി അധികം നട്ടാൽ ഇവിടെ വരത്തില്ല, ഈ ടെമ്പറേച്ചർ കൂടിയുണ്ട്. മഞ്ഞൾ നല്ലപോലെ വരും. അതുപോലെ പാവയ്ക്ക, വെണ്ടയ്ക്ക, കത്തിരിക്ക ഇതെല്ലാം നല്ലപോലെ വരും. ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസം കുറേ പ്രയാസമാണ്. വെയിൽ ഓവറായ ചൂട് വരുമ്പം നമ്മൾ വെണ്ടയോ പാവൽ പിന്നെയും വെണ്ടയോ പയറോ ഒന്നും നട്ടാൽ വരത്തില്ല. വരും, ചെടി വരും. പക്ഷേ പയറുണ്ടാകത്തില്ല, പൂത്ത കൊഴിഞ്ഞു പോത്തേ ഉള്ളൂ. എല്ലാ മെഡിസിനും ഉണ്ട്. പനിക്കും തുളസി തന്നെ 6-7 വിധമുണ്ട്. ബ്രഹ്മിയുണ്ട്, പിന്നെ ചിത്തരത്തിയുണ്ട്, ബ്രഹ്മിയുണ്ട്, ലെമൺ ഗ്രാസ് ഉണ്ട്, പനിക്കൂർക്ക, കോഫി ഇട്ട് കുടിക്കാനുള്ള പലവിധ കോഫി ഇട്ട് കുടിക്കാം, ആയുർവേദ കോഫി ഇട്ട് കുടിക്കാനുള്ള എല്ലാ മരുന്നും പച്ചമരുന്നും ഇവിടെ ഉണ്ട്. സാധാരണ നമ്മൾ ടെറസിലെ കൃഷിയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ ഗ്രോ ബാഗുകളിൽ അങ്ങനെയൊക്കെയുള്ള കൃഷി രീതികളാണ് നമ്മൾ പലതും കണ്ടത്. പക്ഷേ മാത്യു ചേട്ടൻ്റെ കൃഷി രീതി ഭയങ്കര വ്യത്യസ്തമുണ്ട്. ഇതൊരു ബാത്ത് ടബാണ്. ഈ ബാത്ത് ടബിനകത്താണ് മണ്ണ് നിറച്ച് ഇതുപോലെ കൃഷി ചെയ്യുന്നത്. അതൊരു ഫ്രിഡ്ജാണ്, ഉപയോഗശൂന്യമായൊരു ഫ്രിഡ്ജിൻ്റെ ഭാഗമാണിത്. ഈ ഫ്രിഡ്ജിനകത്താണ് ഈ പറഞ്ഞ മുരിങ്ങയുണ്ട്, അതുപോലെ തന്നെ പേരമരം, സപ്പോട്ട, ഇതൊക്കെ നട്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഫ്രിഡ്ജിനകത്താണ്. അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, എന്നാൽ ഏറ്റവും അധികം നല്ല രീതിയിൽ നല്ല വിളവുണ്ടാക്കുക എന്നതാണ് മാത്യു ചേട്ടൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. മാത്രമല്ല ഉപയോഗിക്കുന്നത് ചാണകമാണ്. പുറത്തുനിന്ന് മേടിക്കുന്നതാകെ ചാണകം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം, അതായത് അടുക്കളയിലെ വേസ്റ്റാണ് കാര്യമായി വളമായിട്ട് ഉപയോഗിക്കുന്നത്. മണ്ണിൽ മിക്സ് ചെയ്ത് വെച്ച് പ്ലാന്റേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ചെടി നടുന്ന സമയത്ത് അതിലിട്ട് കൊടുക്കുകയാണെന്നുള്ളത് എന്തായാലും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു കൃഷി രീതിയാണ്. സാധാരണ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഒരു ടെറസിൽ ചെയ്യാവുന്ന കൃഷി രീതിയാണ് എന്തായാലും മാത്യു ചേട്ടൻ കൊണ്ടു നടക്കുന്നത്. 70 വയസ്സായി.
ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഈ കൃഷിയുടെ അനുഗ്രഹം കൊണ്ടും കൃഷിയെ കൊണ്ടും എനിക്ക് ഇന്ന് വരെ ഒരു അസുഖമില്ല. ഒരു സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ കൃഷി ചെയ്യാവുന്നുണ്ടല്ലോ, ഒരു വീട്ടിലേക്കുള്ള എല്ലാം നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ മനസ്സ് വേണം. കയ്യിൽ മണ്ണ് വരണം എന്നുള്ള ആ ശീലം പറ്റത്തില്ല. കയ്യിൽ മണ്ണ് വരണ്ടാലേ കൃഷി ചെയ്യാനൊക്കുള്ളൂ. ചേറി ഇറങ്ങിയാലേ നെല്ല് നടാനൊക്കുള്ളൂ. എന്നാലേ നമുക്ക് ജീവിതത്തിൽ ഫുഡ് കഴിക്കാനൊക്കുള്ളൂ. അപ്പം മണ്ണുമായിട്ട് നമ്മുടെ ഇടപഴകിയാൽ മാത്രമേ മണ്ണൊരിക്കലും ചതിക്കത്തില്ല, ടെറസും ചതിക്കത്തില്ല. മണ്ണും ടെറസും ചതിക്കില്ല എന്നാണ് മാത്യു ചേട്ടൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അധ്വാനിക്കാനുള്ള മനസ്സും കുറച്ച് സമയവും ചിലവാക്കിയാൽ 1 സെൻറ്റോ അല്ലെങ്കിൽ 1/2 സെൻറ്റിലോ ഇതുപോലുള്ള നല്ല കൃഷിയിടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് മാത്യു ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ചെന്നൈയിലെ അടുത്ത കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരെ വണക്കം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ഏതായാലും ഈ ചെന്നൈയിലെ പൊരിഞ്ഞ ചൂടത്തും അങ്ങനെ ഒരു കൃഷിയിടം അത് ടെറസിന് മേളിൽ സംരക്ഷിക്കുന്ന മാത്യു ചേട്ടൻ ഒരു ബിഗ് സല്യൂട്ട്. ഏതായാലും അവിടെ ഇല്ലാത്ത വിളകളൊന്നുമില്ല, സകല വിളകളും ഉള്ള ഒരിടം. ഏതായാലും മാതൃകാ തോട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാം.